Hello everyone, welcome to Nanan Academy. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഒരു 30 GK സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് വി.ഡി. സവർക്കർ. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് വി.ഡി. സവർക്കർ. മൂന്നാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് ആര് രൂപീകരിച്ച പാർട്ടിയാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നാലാമത്തെ ചോദ്യം, ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദുർഗേശ നന്ദിനി എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അഞ്ചാമത്തെ ചോദ്യം, വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം റാണി ലക്ഷ്മിബായി. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിനെയാണ്. ആറാമത്തെ ചോദ്യം, ജാതികുമ്മി എഴുതിയത്? ജാതികുമ്മി എഴുതിയതാര്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. ജാതികുമ്മി എഴുതിയതാര്? പണ്ഡിറ്റ് കറുപ്പനാണ് ജാതികുമ്മി എഴുതിയത്. ഏഴാമത്തെ ചോദ്യം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 148. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 148. ആർട്ടിക്കിൾ 148. എട്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജധാനി മാർച്ച് നടത്തിയത്? തിരുവിതാംകൂറിലെ രാജധാനി മാർച്ച് നടത്തിയത് ആരാണ്? ഉത്തരം അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ രാജധാനി മാർച്ച് നടത്തിയത്, രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ. ഒൻപതാമത്തെ ചോദ്യം, കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയയാണ് കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം. പത്താമത്തെ ചോദ്യം, ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. ADH എന്ന് പറയും, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. പതിനൊന്നാമത്തെ ചോദ്യം, പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഉത്തരം ശൂന്യതയിൽ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ. പന്ത്രണ്ടാമത്തെ ചോദ്യം, അയോ, യൂറോപ്പ, ഗാനിമീഡ്, കലിസ്റ്റോ എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? അയോ, യൂറോപ്പ, ഗാനിമീഡ്, കലിസ്റ്റോ എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? ഉത്തരം വ്യാഴം. അയോ, യൂറോപ്പ, ഗാനിമീഡ്, കലിസ്റ്റോ എന്നിവ വ്യാഴം ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്.
13ാമത്തെ ചോദ്യം യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ്. ഉത്തരം മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ, ഹരിജൻ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവ് മഹാത്മാഗാന്ധി. പത്രങ്ങൾ ഏതൊക്കെ? യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി. 14ാമത്തെ ചോദ്യം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന പ്രാദേശികവാദം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന പ്രാദേശികവാദം ചിനൂക്ക്. എന്താണ് ചിനൂക്ക് പ്രാദേശികവാദം? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. 15ാമത്തെ ചോദ്യം ലക്ഷദ്വീപ് മൈക്രോ ഏതിനം കാർഷിക വിളയാണ്? ലക്ഷദ്വീപ് മൈക്രോ ഏതിനം കാർഷിക വിളയാണ്? ഉത്തരം തെങ്ങ്. ലക്ഷദ്വീപ് മൈക്രോ ഏതിനം കാർഷിക വിളയാണ്? തെങ്ങ്. 16ാമത്തെ ചോദ്യം ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 17ാമത്തെ ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള സ്ഥലം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള സ്ഥലം പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള സ്ഥലം ഏതാണ്? പ്ലൂറ. 18ാമത്തെ ചോദ്യം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപകനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ വ്യക്തി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപകനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ വ്യക്തി. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപകനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവും ആയ വ്യക്തി ഗോപാലകൃഷ്ണ ഗോഖലെ. 19ാമത്തെ ചോദ്യം ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. 20ാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് ഫസൽ അലി. 21ാമത്തെ ചോദ്യം ഇന്ത്യയുടെ കര അതിർത്തിയുടെ ഏകദേശ നീളം എത്രയാണ്? ഇന്ത്യയുടെ കര അതിർത്തിയുടെ ഏകദേശ നീളം 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തിയുടെ ഏകദേശ നീളം 15,200 കിലോമീറ്റർ. 22ാമത്തെ ചോദ്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മോഹൻ രേഖ എന്ന പേരിലാണ്. 23ാമത്തെ ചോദ്യം ഇന്ത്യ ഏറ്റവും കുറഞ്ഞ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ഏറ്റവും കുറഞ്ഞ കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. 24ാമത്തെ ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. 25ാമത്തെ ചോദ്യം ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. 26ാമത്തെ ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യം ഉള്ള സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഗുജറാത്ത്. 27ാമത്തെ ചോദ്യം സസ്യത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ഭാഗം ഏത്? സസ്യത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ഭാഗം ഇലകൾ.
28ാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരി ആരായിരുന്നു? ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്. 30ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? തിരുവിതാംകൂറിലെ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്. തിരുവിതാംകൂറിലെ അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായ്. 30 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.